TPM കുക്കിംഗ് ബ്ലോഗ്. എന്താണ് എവിടെ നോക്കണ മൊബൈലില് എന്താണ് നോക്കണത്? ഞങ്ങളൊരു കാര്യം പറഞ്ഞു, വല്ല ശ്രദ്ധയുണ്ടോ? ചെങ്ങായിമാരെ നിങ്ങളിത് കാണുന്നുണ്ടോ? എന്താ കാണി വീഡിയോ? ഇതാരുടെ വീഡിയോ? എന്താണ് സംഭവം? എന്ത് വീഡിയോ ആണ്? ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വെറൈറ്റി ആണ്. ഞാൻ ഇതില് ശ്രദ്ധ. നിങ്ങളെന്താ പറഞ്ഞേ? ഇതേമാതിരി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങളെന്താ സംസാരിച്ചു? ഞങ്ങൾ നാളെ പർച്ചേസിന് പോണ കാര്യം ഞാൻ കേട്ടില്ല. ഞാനിതില് ഈ വീഡിയോ കാണുന്നത് തിരക്കിലായിരുന്നു. കാരണം വെച്ചാല് ഈ വീഡിയോ കാണുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഇത് ഏതെവിടെ ഇപ്പൊ വീഡിയോ ചെയ്യണം നോക്കണേ? ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു പറമ്പിലാണ്. എന്താ ഇതിന്റെ വ്യൂസ്? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂല? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ? ഇതിനെന്താണ് ചെലവ്? എന്താണ് നിങ്ങളൊക്കെ ഒരു അല്ലല്ല അഫ്സല? അപ്പൊ ഞാൻ പറയണത് അറിയോ, നമുക്ക് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതേമാതിരിയൊക്കെ ഒരു ചെറിയ വീഡിയോ ഇറക്കി വെക്കാം. ചെയ്യാനൊക്കെ പറ്റും. അഭിപ്രായം? ചെയ്യാൻ പറ്റും. അഭിപ്രായം എന്താ? എല്ലാവരും എന്റെ അഭിപ്രായത്തിൽ എന്താ അറിയോ, ഇതിന് ഒരുപാട് സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ വരുന്ന ചെലവുകൾ കണ്ടെത്തണം. അപ്പോ പിന്നെ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ വേണം ഇതിന്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ ബാക്കിൽ. അതല്ല, നമ്മള് വീഡിയോ യൂട്യൂബിൽ കാണണമായിട്ട് സിമ്പിൾ അല്ല. ഇതിന് ഒരുപാട് നമ്മള് കോമഡി ചെയ്യാനും നമ്മൾ നടന്മാരാരുമില്ല, നമ്മൾ അഭിനയിച്ചിട്ടില്ല. പക്ഷെ എന്താ വെച്ചാല് നമ്മളിത് യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോ കാണുമ്പോഴും റീൽസ് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമുക്കും ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാലോ. ആയാലായി, ആയില്ലെങ്കിൽ ആവൂല. പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാലോ. പക്ഷെ ഇതിനെ നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമയം കണ്ടെത്തണം. പിന്നെ ഈ പറഞ്ഞ ചെലവിനെ കുറിച്ച് ചെലവ് നമുക്ക് ഇതിനെ ചെലവ് വഹിക്കാൻ പറ്റിയ ആള് നമ്മളെടുത്തുണ്ട്. ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരാള് നമ്മളെ കയ്യിലുണ്ട്. ആ ആളെ നമുക്ക് വിളിക്കാം. അഭിപ്രായം നോക്കാം. ആള് നമുക്ക് ഇപ്പൊ പറയണില്ല. ആള് നമുക്ക് നേരിട്ട് കാണുമ്പോൾ, നേരിട്ട് വരുമ്പോൾ നമുക്ക് ആളെ വിളിച്ച് സംസാരിച്ചിട്ട് ആ ആളെ അഭിപ്രായം കൂടി നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരാളാണ്. തീർച്ചയായിട്ടും ആളെ കണ്ടാ മനസ്സിലാവും. എന്തായാലും ആൾക്ക് ഞാൻ വിളിക്കട്ടെ. വിളിച്ചിട്ട് ഈ കാര്യം പറയട്ടെ, അങ്ങോട്ട് വരാൻ പറയട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. മുതലാളി എവിടെ ഉള്ളത്? അങ്ങാടി ഉണ്ടാ? നമ്മളെ അടുത്തുള്ള അങ്ങാടി ഉണ്ടാ? എത്രയും പെട്ടെന്ന് നമ്മളെ റെസ്റ്റോറന്റിൽ എത്തണം. നമുക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് എത്തണം. നേരെ വൈകരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോവാന്ന്. എവിടെയാണ് കാറ്ററിംഗ് ഉള്ളത്? അത് കഴിഞ്ഞിട്ട് പോവാ. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഇവിടെ എത്തിയിട്ട് നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാണ്ട് എന്നിട്ട് പോവാ. അർജന്റാണ്. നേരെ വൈകരുത്. ഇപ്പൊ ആർക്കാ വിളിച്ചത്? അതൊക്കെ ഉണ്ട്, എനിക്ക് വരുമ്പോ കാണാന്ന്. വരുവോ? ആള് നേരിട്ട് വരില്ലേ? വരുവോ? നടക്കാൻ പോണ കാര്യം നമ്മൾ മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് അതിനെന്താ പറയാ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കരുത് എന്നാണ്. ആള് ഒരു സെറ്റപ്പാണ്. സെറ്റപ്പ് ആള് കൊടുത്തും എല്ലാ നമ്മളെ കാര്യങ്ങളും ഒക്കെ ആവും. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? വാലേക്കും അസ്സലാം. ഇരിക്കും മുതലാളി, ഇരിക്കും. എന്താ വിളിച്ചൊക്കെ പറയാ. എത്ര ധൃതി? എന്താ ധൃതിയൊന്നുമില്ല, കാറ്ററിങ്ങിന് പോവാണ്ട്. പണിയുണ്ടാ? പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഞാന് ഇന്നിപ്പോ തിരൂരാണ്. അതൊക്കെ നമുക്ക് പോവാ. കുറച്ചു നേരം നമ്മള് അവിടെ കൂടി നിന്നിട്ട് സംസാരിച്ചൂടെ? വിളിച്ചേക്ക് വരാതിരിക്കാൻ പറ്റും. അതാണ്, അതത്രേ ഉള്ളു. വിഷയം ഇതാണ്. നമ്മളിപ്പോ നിങ്ങള് യൂട്യൂബിലൊക്കെ വീഡിയോ കാണില്ലേ? ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ, ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ, റീൽസ് ഒക്കെ കാണില്ലേ? അപ്പൊ ഞാനിങ്ങനെ ഓരോ വീഡിയോ കുറെ നേരമായിട്ട് ഇങ്ങനെ വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ അഫ്സൽ ഇങ്ങനെ ചർച്ച ചെയ്തു, ഈ എന്താ കാണുന്ന വിഷയം. ഞാൻ പറഞ്ഞു അഫ്സലും കാണുന്നുണ്ട് വീഡിയോ. അപ്പൊ നമുക്കും ചെയ്യാ ഇതേമാതിരി വീഡിയോ, ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്. നിങ്ങളെല്ലാവരും കാറ്ററിംഗ് അറിയുന്ന ആൾക്കാരെ. യൂസ്ഫൊക്കെ മെയിൻ ആണ്. നമ്മളെ ചോട്ടുഭായി അതിഗംഭീരായിട്ട് ഫുഡ് ഉണ്ടാക്കും. അഫ്സല് അതിനെക്കാട്ടി ഫുഡ് ഉണ്ടാക്കും ഗംഭീരായിട്ട്. ഇതിലിപ്പോ അറിയാത്ത എനിക്ക് മാത്രമാണ്. എന്റെ ഫീൽഡ് വേറെയാണ്. പക്ഷെ നിങ്ങളൊക്കെ കൂടെ നടന്നിട്ട്, നിങ്ങളെ കൂടെ നിന്നിട്ട് എനിക്കും അറിയാം അതിന്റെ കുറെയൊക്കെ വശങ്ങള്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്തൂടെ? നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ശ്രമിച്ചോളി. നമ്മൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം.
എങ്ങനെയാണ് അപ്പൊ ഞങ്ങള് നിങ്ങളെ വിളിച്ചെന്തിനാണെന്നറിയോ? ഇതിലൂടെ അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് ഇതില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് സ്പോൺസർ ചെയ്യണം ഫസ്റ്റ് നിങ്ങള്. ആയിക്കോട്ടെ, നിങ്ങൾ വേണ്ട മാതിരി നിങ്ങൾ എങ്ങനെയൊക്കെ അതിന്റെ പറഞ്ഞാൽ മതി. നിങ്ങൾ നമ്മളെ കൂടെ ആയിട്ടുള്ളത് നിങ്ങൾ മുന്നിലാണ്. അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ തലപ്പത്തിരിക്കണ ആളാണ് അങ്ങനെ. അപ്പൊ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ നമ്മൾ ഡീല് ചെയ്യാന്. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണ്? അഭിപ്രായം വെച്ചാൽ മോശമൊന്നുമില്ല, നല്ല പരിപാടി തന്നെയാണ്. നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് എൻജോയ് ചെയ്യാന്, പിന്നെ ഈ കുറച്ച് ആളുകൾക്ക് ഒരു എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികൾ കാണിച്ചു കൊടുക്കാൻ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ എത്രയും സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു കാര്യം എന്ന് വെച്ചാൽ കല, ഉദാഹരണം നമ്മളെ കല നമ്മൾ വെളിച്ചത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അത് നിങ്ങൾക്കും ആവാം, എനിക്കും ആവാം, ആർക്കും ആവാം, കഴിവുള്ളവർക്കൊക്കെ ആവാം. കഴിവ് വേണമെന്നില്ല, ഇതിന് ട്രൈ ചെയ്ത് നോക്കുക, അതാണല്ലോ ശരി. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ ഫസ്റ്റ് വിളിച്ചത്. ഞാൻ വിളിക്കുമ്പോഴും ഇവർക്ക് രണ്ടാൾക്കും അറിയില്ലായിരുന്നു നിങ്ങളാണ് വിളിക്കുന്നുള്ളത്. നിങ്ങൾ പറഞ്ഞപ്പോ ഇവർ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാല് ഇവനെ ഒരു സീക്രട്ട് ആക്കി വെച്ചതല്ലേ? അതെ, യൂസ്ഫാക്കാനാണ് വിളിക്കുന്നുള്ളത് ഇവര് മനസ്സിലാക്കിയിട്ടില്ല. നോക്കുമ്പോഴാണ് നെറ്റിപ്പോയത്. അതെ, ആകെ നെറ്റി, അത്ഭുതപ്പെട്ടു പോയി. നമ്മളിപ്പോ എന്ത് ഫുഡാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോ ഫസ്റ്റ് വീഡിയോ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് വേണം, ഒരു വെറൈറ്റി ഫുഡ്. അതായത് നമ്മളിപ്പോ ഒരുപാട് ഫുഡ് ബ്ലോഗർമാരുണ്ട്, ഒരുപാട് റീൽസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു വെറൈറ്റി വേണം. ആ വെറൈറ്റി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വെറൈറ്റി കണ്ടെത്താന് ഒരുപാട് ഐറ്റംസ് അറിയുന്ന ഒരാളാണ് നമ്മുടെ മുന്നിൽ ചോദിച്ചത്. അതെ 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 അതെ, അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കാം, എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഫുഡ് എന്താണ്? ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ വിലയിരുത്തും. ഒന്നും വിചാരിക്കരുത്, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കാര്യങ്ങൾ പറയും. അല്ല, അതിനാല യൂസ് പാക്ക് നിങ്ങളെ വിളിച്ചിരുത്തിക്കുന്നത്. നിങ്ങൾ നമ്മളെ ബെസ്റ്റ് ഗസ്റ്റ് ആണ്, പ്രധാനപ്പെട്ട ഗസ്റ്റ് ആണ്. എവിടെ ഉണ്ടെങ്കിലും ഞാൻ എത്തും. നിങ്ങൾ ഫുഡിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമ്മളാ ഒരു നമ്മളിപ്പോ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിന് ആൾക്കാർ നല്ല അഭിപ്രായം പറയുള്ളൂ, ആളുകൾ കാണുള്ളൂ, അത് ട്രൈ ചെയ്യുള്ളൂ. എല്ലാവരും ഇത് ചിക്കന് നമുക്ക് ചിക്കൻ ബോൺലെസ് ആക്കാം. ടേസ്റ്റ് പോരാ, ഉള്ള കാര്യം പറയല്ലോ. ഉള്ള കാര്യം പറയണം, അതല്ല നമുക്ക് അറിയുള്ളൂ. ഇത് അത്ര ടേസ്റ്റ് ഇല്ല. എന്താ ടേസ്റ്റ് അല്ല, എനിക്ക് പറ്റുന്നില്ല. ഒരു മധുരവും പെപ്സിന്റെ ടേസ്റ്റ് അങ്ങോട്ട് വരുന്നത്. നമുക്ക് ചിലപ്പോൾ ഇത് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളിത് തുടങ്ങുമ്പോ പുതിയതായിട്ട് നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്കിത് കണ്ടിട്ട് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റില്ലെന്ന്, ചിലപ്പോൾ മറ്റേ പെണ്ണുങ്ങൾക്ക് പറ്റില്ലെന്ന്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ ടേസ്റ്റ് ചെയ്തിപ്പോൾ നമ്മൾ മാറ്റം വരും. അപ്പൊ അത് പ്രത്യേകം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയപ്പോ. നമുക്ക് കാണുമ്പോ കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമുണ്ടോ? കാണാനൊക്കെ അല്ല മൊഞ്ചുണ്ട് അല്ല. അപ്പൊ നമ്മൾ മാഗിയാണ്, പക്ഷെ പെപ്സി വെച്ചപ്പോ അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നായി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമ്മള് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ നമ്മള് ഒരു വെറൈറ്റി നൂഡിൽസ് ആണ്. നൂഡിൽസ് മാഗി, അതായത് നൂഡിൽസ് ഉണ്ടാക്കാം. അതെ, പെപ്സി നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ വെറൈറ്റി അല്ല തുടങ്ങിയത്. നമ്മൾ പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു വെറൈറ്റി. ഓക്കെ, അതായത് വെറൈറ്റി തന്നെയാണ്. പെപ്സി ഒഴിച്ച് പെപ്സിന്റെ ടേസ്റ്റും മാഗിന്റെ ടേസ്റ്റും കൂടെ
രണ്ടും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ചിലപ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്ത് ടേസ്റ്റ് ആണ് യൂസ്ഫാക്ക തോന്നുന്നത് കഴിച്ചിട്ട്? ടേസ്റ്റ് ഈ രണ്ടിനും ടേസ്റ്റ് വരുന്നത്. നൂഡിൽസിന്റെ ടേസ്റ്റും പെപ്സിന്റെ ടേസ്റ്റും ആണ് വരുന്നത്. മുന്നിൽ മധുരാണ്. നമ്മള് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ടേസ്റ്റ് അല്ല. അതങ്ങനെ എനിക്ക് വർക്ക്ഔട്ട് ആവണില്ലത്. അങ്ങനെ കുഴപ്പമില്ല. പറഞ്ഞതിൽ ഒരുപാട് നന്ദി. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും നോക്കി ട്രൈ ചെയ്ത് നമ്മള് ഭക്ഷണത്തിന് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. വേറൊരുത്തം പറഞ്ഞ് കുറ്റല്ല. അപ്പൊ നമ്മൾ യൂസ്ഫാക്ക അതിന് ടേസ്റ്റ് നോക്കി, ഇതിന് ടേസ്റ്റ് യഥാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് പ്രേക്ഷകർക്ക് ഒരു മെസ്സേജും കൂടിയാണ്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഫുഡ് പോരാ എന്നുണ്ടെങ്കിലും നല്ലത് എന്ന് പറയരുത്. അപ്പൊ നമ്മളെ ആ ഒരു ഫുഡ് നോക്കിയിട്ടാണ് വേറെ ഫുഡ് ഉണ്ടാക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലൊരു മെസ്സേജാണ്. തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ട്രൈ ചെയ്യാൻ തീർച്ചയായിട്ടും യൂസ്ഫാക്കാനെ വിളിക്കും. ഓക്കെ, താങ്ക്സ്.